നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നതുവരെ പാർട്ടിയും മുന്നണിയും സമരവുമായി മുന്നോട്ടു പോകുമെന്ന് KPCC മുൻ പ്രസിഡന്റും മുൻ MP-യുമായ K. മുരളീധരൻ. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയ്ക്കകത്തും പുറത്തും സുജിത്തിന്റെ നീതിക്ക് വേണ്ടി പോരാടും. കുറ്റക്കാരായ പോലീസുകാരെ ഒരു കാരണവശാലും യൂണിഫോം ഇടാൻ അനുവദിക്കില്ലെന്നും അതിനായി പാർട്ടി ഏതറ്റം വരെ പോകാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭയിൽ സുജിത്തിന്റെ പേരിൽ കേസുണ്ടെന്ന് പറഞ്ഞത് രാഷ്ട്രീയമായ കേസുകൾ മാത്രമാണ്. മുഖ്യമന്ത്രിക്കെതിരായി സമരം ചെയ്ത എല്ലാവർക്കെതിരെയും കേസുണ്ട്. ഈ വിഷയത്തെ രാഷ്ട്രീയമായി തന്നെ പാർട്ടി നേരിടും. മുഖ്യമന്ത്രി എന്ത് ഭീഷണിപ്പെടുത്തിയാലും വഴങ്ങില്ല. ആ പോലീസ് ഉദ്യോഗസ്ഥർ ഇനി യൂണിഫോം ഇട്ട് നടക്കില്ലെന്നും യൂണിഫോം ഇട്ടാൽ തന്നെ പാർട്ടി പ്രവർത്തകർ അവരെ കൈകാര്യം ചെയ്യുമെന്നും K. മുരളീധരൻ കൂട്ടിച്ചേർത്തു. പറഞ്ഞ സുജിത്തിനെതിരായിട്ട് കേസ് ഉണ്ടെന്ന്, അത് രാഷ്ട്രീയമായിട്ടുള്ള കേസുകളാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കൊക്കെ എത്ര കേസ് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ സമരിക്കുന്നവർക്കെതിരായിട്ടൊക്കെ കേസാണ്. അതുകൊണ്ട് ഇതിനെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ പാർട്ടി നേരിടും. മുഖ്യമന്ത്രി എന്ത് ഭീഷണിപ്പെടുത്തിയാലും ശരി, ഞങ്ങൾ വഴങ്ങില്ല. ആ ഉദ്യോഗസ്ഥന്മാർ ഒരു കാരണവശാലും യൂണിഫോം ഇട്ട് നടക്കില്ല. ഇനി യൂണിഫോം ഇട്ടാൽ പാർട്ടി പ്രവർത്തകർ അവരെ കൈകാര്യം. DCC ജനറൽ സെക്രട്ടറി സജീവൻ കുരിയച്ചിറ, DCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വർഗീസ് ചൊവ്വന്നൂർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, ചൊവ്വന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VK രമേശ്, നഗരസഭാ കൌൺസിലർ ലബീബ് ഹസൻ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അകലാട് മൂന്നൈനിയിൽ മുക്കുപണ്ടം പണയം വെച്ച് 5.5 ലക്ഷം രൂപ തട്ടിയ കേസിൽ 6 പേർ പിടിയിൽ. സ്വകാര്യ പണ്ടം പണയ സ്ഥാപനത്തിൽ നിന്നാണ് സംഘം വിവിധ ദിവസങ്ങളിലായി പണം തട്ടിയത്. പുന്നിയൂർ അകലാട് താഴത്തുവീട്ടിൽ ഹംസക്കുട്ടി, ഭാര്യ കുന്നത്തുവീട്ടിൽ ഷീന, അകലാട് മുള്ളത്തുവീട്ടിൽ കബീർ, രാമി വീട്ടിൽ മുഹമ്മദ് ഹനീഫ, ചെറുനമ്പി വീട്ടിൽ ഇർഫാത്ത്, ചാലിൽ അഫ്സൽ എന്നിവരെയാണ് വടക്കേക്കാട് SHO MK രമേശിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പ്രധാന പ്രതി അകലാട് ചാലിൽ ഇസ്ഹാഖ് ഒളിവിലാണ്. വ്യാജമായി 916 ഹോൾമാർക്ക് മുദ്ര പതിപ്പിച്ചിട്ടുള്ള 1 പവൻ വീതം തൂക്കമുള്ള 10 വളകളാണ് ജൂലൈ 4 മുതൽ ഓഗസ്റ്റ് 13 വരെയുള്ള ദിവസങ്ങളിലായി പണയം വെച്ചിട്ടുള്ളത്. അഫ്സൽ 3 തവണയും ഇർഫാത്ത്, ഹനീഫ എന്നിവർ 2 തവണയും മറ്റുള്ളവർ ഓരോ തവണയും എത്തിയാണ് വ്യാജ സ്വർണം നൽകിയിട്ടുള്ളത്. ഒളിവിലുള്ള ഇസ്ഹാഖാണ് പ്രതികൾക്ക് ആഭരണം എത്തിച്ചു നൽകിയത്. പണയം വെക്കാൻ അവസാനമെത്തിയ ഹംസക്കുട്ടി നൽകിയ ആഭരണത്തിൽ സംശയം തോന്നിയതിനെ തുടർന്നാണ് സ്ഥാപനത്തിലെ ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് മുക്കുബണ്ഡവുമാണ് എന്ന് തെളിഞ്ഞത്. തുടർന്ന് പണയത്തിനുള്ള മറ്റ് ആഭരണങ്ങൾ കൂടി പരിശോധിച്ചു. വ്യാജ സ്വർണത്തിൽ VJ എന്നാണ് മുദ്ര പതിപ്പിച്ചിട്ടുള്ളത്. വളകൾക്ക് ഒരേ ഡിസൈനും ശരാശരി തൂക്കം കൃത്യമായതുമാണ് സംശയത്തിനിടയാക്കിയതെന്ന് പറയുന്നു. മറ്റ് പണ്ടം പണയം സ്ഥാപനങ്ങളിലും സമാന രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായി SHO പറഞ്ഞു. SIമാരായ PB ബാബു, PA സുധീർ, C ബിന്ദുരാജ്, CN ഗോപിനാഥൻ, ASI TK ഷിജു, രജനീഷ്, റോഷ്നി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്ന കുപ്രസിദ്ധ ഗുണ്ടയെ ചാലിശ്ശേരി പോലീസ് അതിസാഹസികമായി പിടികൂടി. വിവിധ കേസുകളിൽ ഉൾപ്പെട്ട തൃത്താല തിരുമിറ്റക്കോട് ഇരുമ്പകശ്ശേരി സ്വദേശി പള്ളത്ത് വീട്ടിൽ ജുബേർ ഉൾപ്പെടെ 2 പേരാണ് പിടിയിലായത്. കഴിഞ്ഞ 3 മാസത്തിലേറെയായി പോലീസിന്റെ കണ്ണുവെട്ടിച്ച സംസ്ഥാനത്തിനകത്തും പുറത്തുമായി കൂട്ടുപ്രതിയായ ആറങ്ങോട്ടുകര സ്വദേശി രാജേഷിനൊപ്പം ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്നു ജുബേർ. 1 മാസം മുൻപ് തമിഴ്നാട്ടിലെ ഗുണ്ടൽപേട്ടിൽ വെച്ച് പോലീസ് വിരിച്ച വലയിൽ വീണ ജുബേർ സ്ഥലത്തുനിന്ന് പോലീസിനെ കബളിപ്പിച്ച് വാഹനം ഉപേക്ഷിച്ച ശേഷം ബാംഗ്ലൂരിലേക്ക് കടന്നു. ഇതിനിടെ ചൊവ്വാഴ്ച ജുബൈറും രാജേഷും തിരികെ നാട്ടിലെത്തുന്ന രഹസ്യവിവരം പോലീസിന് ലഭിച്ചിരുന്നു. ചെർപ്പുളശ്ശേരിയിലെ പേങ്ങാട്രി എന്ന സ്ഥലത്ത് വെച്ച് പോലീസ് ഇവരെ പിടികൂടുകയായിരുന്നു. പോലീസ് പിടിയിൽ നിന്ന് മതിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് ജുബൈറിന്റെ കാലിന് പരിക്കേറ്റു. വിവിധ കേസുകളിലെ പ്രതിയായ ജുബൈറിനെതിരെ കാപ്പ വകുപ്പ് നിലവിലുള്ളപ്പോൾ തന്നെ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന വധശ്രമ കേസിലും പ്രതിയാണ്. സഹോദരൻ ജുനൈദും വിവിധ കേസുകളിൽ ഉൾപ്പെട്ടതിനാൽ ചാലിശ്ശേരി പോലീസ് കാപ്പയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ DYSP മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹൻ, SI ശ്രീലാൽ, DYSP സ്ക്വാഡ് അംഗങ്ങളായ ASI അബ്ദുൾ റഷീദ്, SCPO സജിത്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായ റിയാസ്, നൌഷാദ് ഖാൻ, ഷൻഫീർ, രാജേഷ്, മിജേഷ്, രഞ്ജിത്ത് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ സാഹസികമായി പിടികൂടിയത്. കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണന്റെ 4ാമത്തെ പുസ്തകം പ്രകാശനം ചെയ്തു. ഭാരതരത്നം MS സുബ്ബുലക്ഷ്മിയുടെയും ഭർത്താവ് ത്യാഗരാജൻ സദാശിവത്തിന്റെയും 57 വർഷത്തെ സംഗീത ജീവിതയാത്രയെ ആസ്പദമാക്കി
VK ഹരിനാരായണൻ രചിച്ച ശിവം ശുഭം എ ബയോഗ്രഫി ഓഫ് എ കപ്പിൾ എന്ന ഇംഗ്ലീഷ് പതിപ്പാണ് പ്രകാശനം ചെയ്തത്. MS സുബലക്ഷ്മിയുടെ 109ാം ജന്മദിനത്തിൽ ഗുരുവായൂർ മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ VK വിജയൻ, MS സുബലക്ഷ്മിയുടെ കൊച്ചുമകൻ V ശ്രീനിവാസൻ, മലയാളത്തിലെ മുൻനിര പാട്ടെഴുത്തുകാരും സംവിധായകരും ഗായകരും നിരൂപകരുമായ ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോൻ, ബിജി ബാൽ, രാജശ്രീ വാര്യർ, ഷിബു ചക്രവർത്തി, സിതാര കൃഷ്ണകുമാർ, സന്നിധാനന്ദൻ, അഡ്വക്കേറ്റ് വിജയരാഘവൻ, ശ്രീനിവാസൻ, പൈപ്പിൻ തോമസ് തുടങ്ങിയവർ ചേർന്ന് പ്രകാശനം നിർവഹിച്ചു. തുടർന്ന് വിശിഷ്ട വ്യക്തികൾ ആശംസകൾ അർപ്പിച്ചു. വെള്ളാറ്റഞ്ഞൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് TM വേണു സ്വാഗതവും ഗ്രന്ഥകർത്താവ് BK ഹരിനാരായണൻ നന്ദിയും പറഞ്ഞു. സഹോദരൻ BK പരമേശ്വരനും പുസ്തകരചനയിൽ സഹായിച്ചതായി ഹരിനാരായണൻ പറഞ്ഞു. MS സുബലക്ഷ്മിയെക്കുറിച്ചുള്ള പുസ്തകമാണ്. MS സുബലക്ഷ്മിയെക്കുറിച്ച് മാത്രമുള്ള പുസ്തകമല്ല, MS സുബലക്ഷ്മിയും ഭർത്താവ് സദാശിവത്തെയും T സദാശിവത്തെയും കുറിച്ചുള്ള പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഇത് സംഗീതം മാത്രമല്ല, അവർക്കിടയിലുള്ള പ്രണയവും സ്നേഹവും ഒക്കെയുണ്ട്. ശിവം ശുഭം എന്ന് പേരിടാൻ കാരണം അവർ അവസാനം ജീവിച്ച വീടിൻ്റെ പേരാണിത്, ശിവം ശുഭം എന്നുള്ളത്. ശിവം സദാശിവത്തിലെ ശിവവും ശുഭം സുബലക്ഷ്മിയിലെ ശുഭവുമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം സെയിം മീനിങ് ആണെന്നാണ് പറയുന്നത് ഈ വേർഡിന്. അതുകൊണ്ടാണ് അവരിട്ടത്. അപ്പോൾ സെയിം മീനിങ് ഉള്ള രണ്ട് വാക്കുകൾ അതുപോലെയായിരുന്നു അവർ. അപ്പോൾ അവരുടെ ഒരു പാരസ്പര്യം, പ്രണയം, സംഗീതം ഒക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം. ശിവം ശുഭം ഇംഗ്ലീഷിലാണ്. എൻ്റെ കൂടെ കോറൈറ്ററായിട്ട് BK പരമേശ്വരനുണ്ട്. തൃശൂർ കറൻ ബുക്സ് പുറത്തിറക്കുന്ന പുസ്തകത്തിന്റെ കവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ജയറാം രാമചന്ദ്രനാണ്. സുബലക്ഷ്മിയെയും സദാശിവത്തെയും കുറിച്ചുള്ള ആധികാരിക ജീവചരിത്രമാണ് പുസ്തകമെന്ന് പേരക്കുട്ടി ശ്രീനിവാസൻ സാക്ഷ്യപ്പെടുത്തി. After today's program, my daughters would be singing, and my mother, Radha Vishwanathan, who painstakingly passed the divine legacy of MS Amma to my daughters, she will be smiling from the heavens. Today is a very auspicious day, and I thank Hari Narayanan for making this tremendous effort to bring this book to not only to the people of Kerala, but since it is in English, it is also for the people of our country and indeed an international audience. പ്രശസ്ത സംഗീതജ്ഞ MS സുബ്ബലക്ഷ്മിക്ക് സംഗീത പ്രണാമം അർപ്പിച്ച് കണ്ണനു മുന്നിൽ പ്രപൗത്രിമാരുടെ കച്ചേരി ഗുരുവായൂർ മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് S ഐശ്വര്യയും S സൗന്ദര്യയുമാണ് സംഗീത കച്ചേരി അവതരിപ്പിച്ചത്. വയലാർ രാജേന്ദ്രൻ വയലിൻ, ഡോക്ടർ പാലക്കാട് K ജയകൃഷ്ണൻ മൃദംഗം, കുറിച്ചിത്താനം അനന്തകൃഷ്ണൻ ഘടം എന്നിവർ പക്കമേളമൊരുക്കി. സുബ്ബലക്ഷ്മിയുടെയും ഭർത്താവ് ത്യാഗരാജ സദാശിവത്തിൻ്റെയും ജീവിതത്തെപ്പറ്റി കവി BK ഹരിനാരായണൻ രചിച്ച ഗ്രന്ഥത്തിന്റെ പ്രകാശനത്തിന്റെ ഭാഗമായായിരുന്നു കച്ചേരി. ഗുരുവായൂരപ്പന്റെ പരമഭക്തിയായിരുന്ന സുബ്ബലക്ഷ്മി 1989 ഗുരുവായൂരിൽ അവസാനമായി എത്തിയത്. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കാട്ടകമ്പാൽ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു. സെപ്റ്റംബർ 26 ചേരുന്ന ആത്മാഭിമാന സംഗമത്തിന്റെ ഭാഗമായി രൂപീകരിച്ച സംഘാടക സമിതി യോഗം കർഷക തൊഴിലാളി യൂണിയൻ കുന്നംകുളം ഏരിയ സെക്രട്ടറി MB പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി യൂണിയൻ വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് TK രാജൻ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ, കർഷക തൊഴിലാളി യൂണിയൻ കാട്ടകമ്പാൽ വില്ലേജ് സെക്രട്ടറി സന്തോഷ് കൊളത്തേരി, എക്സിക്യൂട്ടീവ് അംഗം MA കുമാരൻ എന്നിവർ സംസാരിച്ചു. 51 അംഗ സംഘാടക സമിതി ചെയർമാനായി VK ബാബുരാജ്, കൺവീനറായി സന്തോഷ് കൊളത്തേരി, ട്രഷററായി കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മയെയും തെരഞ്ഞെടുത്തു. ദിനപത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ആൽബമാക്കി സൂക്ഷിക്കുകയാണ് പാത്രമംഗലം ചുങ്കത്ത് വീട്ടിൽ ഫ്രാൻസിസ്. എരുമപ്പെട്ടിയിലെ ബിൽഡിംഗ് മെറ്റീരിയൽ സെയിൽസ് ഷോപ്പിന്റെ ഉടമയായ ഫ്രാൻസിസ് പത്രവാർത്തകൾ വെട്ടിസൂക്ഷിക്കുന്നത് 18 വർഷമായി തുടർന്നു വരുന്ന ഹോബിയാണ്. അങ്ങനെ 18 വർഷത്തെ കളക്ഷൻസുകളുണ്ട്.
അതിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരുപാട് വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളും കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. അതുപോലെ തന്നെ മറ്റേ ബന്ധങ്ങൾ, മറ്റേ വയനാട് ദുരന്തം, കൗതുകം, ആശ്ചര്യം, സങ്കടം, ദുരന്തം, ഉൾക്കാഴ്ചകൾ തുടങ്ങിയ വാർത്തകൾ വേർതിരിച്ച് പ്രത്യേകം ഫയലുകളിലാണ് സൂക്ഷിക്കുന്നത്. ഓരോ ആൽബത്തിനും വിഷയത്തിനനുസൃതമായ പേരുകളും നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായ വയനാട് ഉരുൾപൊട്ടലിന്റെ നേർക്കാഴ്ചകളായ വാർത്തകളും ചിത്രങ്ങളും പ്രത്യേകം ആൽബമാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. അപകടങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതലും കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെ അതിശയിപ്പിക്കുന്ന ചിത്രങ്ങൾ, ഒരിക്കലും ജീവിതത്തിൽ കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ചില ചിത്രങ്ങൾ പത്രത്തിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കളക്ഷനാണ് സാധാരണ കട്ട് ചെയ്ത് വയ്ക്കുന്നത്. യുദ്ധങ്ങളും യുദ്ധക്കെടുതികളുടെയും വാർത്തകളും ചിത്രങ്ങളും ആൽബത്തിലുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യയിലെയും വിദേശങ്ങളിലെയും ഉൾപ്പെടെ ആയിരക്കണക്കിന് വാർത്തകളും ചിത്രങ്ങളുമാണ് ഫ്രാൻസിസിന്റെ ശേഖരത്തിലുള്ളത്. പേജുകൾ കേടുവരാതിരിക്കാൻ ലാമിനേറ്റ് ചെയ്താണ് സൂക്ഷിച്ചിരിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചൂണ്ടൽ യൂണിറ്റ് സമ്മേളനം വ്യാഴാഴ്ച നടക്കും. രാവിലെ 10 മണിക്ക് ചൂണ്ടൽ വ്യാപാര ഭവനിൽ നടക്കുന്ന 29ാം വാർഷിക സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്യും. യൂണിറ്റ് പ്രസിഡന്റ് ഷാജിലി ചെറുവത്തൂർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നിർവഹിക്കും. ജില്ലാ ട്രഷറർ ജോയ് മൂത്തോൻ മുഖ്യാതിഥിയാകും. ജില്ലാ സെക്രട്ടറി CL റാഫേൽ വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്യും. യൂണിറ്റ് ജനറൽ സെക്രട്ടറി CD ജോസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CL ജോസഫ് വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച ഉച്ചവരെ സംഘടനയിൽ അംഗങ്ങളായുള്ളവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ മുടക്കമായിരിക്കും. സംസ്ഥാന സർക്കാർ പരിഷ്കരിച്ച ഭക്ഷണ മെനു പ്രകാരം വിദ്യാർത്ഥികൾക്ക് സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കുന്നതിനു വേണ്ടി ചൂണ്ടൽ പഞ്ചായത്തിലെ അങ്കണവാടികളിലേക്ക് മിക്സി വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ 1,20,000 രൂപ വകയിരുത്തിയാണ് മിക്സികൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PT ജോസ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ സുനിത ഉണ്ണികൃഷ്ണൻ, ജൂലറ്റ് വിനു, ICDS സൂപ്പർവൈസർ ഷൈനി, പഞ്ചായത്ത് അംഗങ്ങളായ PS സന്ദീപ്, KT ബാലകൃഷ്ണൻ, അഞ്ജു പ്രേമദാസ്, TP പ്രജീഷ്, സ്മിത ഷാജി, VP ലീല, നാൻസി ആന്റണി, മാഗി ജോൺസൺ എന്നിവർ സംസാരിച്ചു. ബിരിയാണി, പുട്ട്, ഇലയട, ഇഡ്ലി, റാഗി ലഡു, പാൽ, മുട്ട, നേന്ത്രപ്പഴം തുടങ്ങിയ വിവിധയിനം രുചികരവും ആരോഗ്യകരവുമായ ഭക്ഷണ പദാർത്ഥങ്ങളാണ് എല്ലാ ദിവസവും വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്നത്. കടങ്ങോട് GLP സ്കൂളിലെ ശാസ്ത്രമേളയും കലോത്സവവും കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് അധ്യക്ഷയായി. ചലച്ചിത്ര താരം VG പ്രകാശ് വിശിഷ്ടാതിഥിയായി. PTA പ്രസിഡന്റ് MM ജസീന, MPTA പ്രസിഡന്റ് VM സുനിത, പ്രധാനാധ്യാപിക VG പ്രമീള, SRG കൺവീനർ ES ലിജി, സ്കൂൾ ലീഡർ CR ഹരിവ്യാസ്, കലാമേള കൺവീനർ കവിത എന്നിവർ സംസാരിച്ചു. ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റിന്റെ സ്കൂൾ തല മത്സരങ്ങൾ പൂർത്തിയായി. കുന്നംകുളം ഉപജില്ലയിലെ സ്കൂൾ തല മത്സരങ്ങൾ കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ KV വൃന്ദ അധ്യക്ഷയായി. സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു ബാബു, അക്ഷരമുറ്റം ഉപജില്ലാ അക്കാദമിക് കമ്മിറ്റി കൺവീനർ ജയറാം സന്തോഷ്, കോർഡിനേറ്റർ PI ദിനുദാസ്, കൺവീനർ മുകേഷ് കൊങ്ങണൂർ, അക്ഷരമുറ്റം സ്കൂൾ കൺവീനർ TP നസീറ എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ 27 രാവിലെ 9 മണി മുതൽ കുന്നംകുളം ബോയ്സ് സ്കൂളിൽ വെച്ചാണ് സബ് ജില്ലാതല മത്സരങ്ങൾ നടക്കുക. പ്രകൃതി സംരക്ഷണ സംഘം കേരളം ഓസോൺ ദിനാചരണം 2025 സംസ്ഥാനതല ഉദ്ഘാടനം അക്കിക്കാവ് PSM ഡെന്റൽ കോളേജ് യൂണിയന്റെ സഹകരണത്തോടെ കോളേജ് ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ CV മധു ഉദ്ഘാടനം ചെയ്തു. കോളേജ് യൂണിയൻ ചെയർമാൻ ഹരിശങ്കർ അധ്യക്ഷത വഹിച്ചു. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം മുഖ്യാതിഥിയായി. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കോർഡിനേറ്റർ ഷാജി N തോമസ് ഓസോൺ ദിന പ്രതിജ്ഞ ചൊല്ലി.
PSM ഡെന്റൽ കോളേജ് ജനറൽ സെക്രട്ടറി PM സാബിർ, പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, PSM കോളേജ് വൈസ് പ്രിൻസിപ്പൽ അനീസ് മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുന്നയൂർകുളം ചെറായി വിവേകാനന്ദ സേവാ കേന്ദ്രത്തിൽ ബാലഗോകുലം ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഉറിയടി, കസേരക്കളി തുടങ്ങിയ കായിക വിനോദങ്ങൾ സംഘടിപ്പിച്ചു. പായസ വിതരണവും ഉണ്ണിക്കണ്ണന്മാരുടെ ശോഭയാത്രയുമുണ്ടായി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 10,240 രൂപ, പവന് 81,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 136 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.